സ്പോക്കൺ ഇംഗ്ലീഷ് ഡേ 2-ൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു കോൺട്രാക്ഷൻസ് ഇനി അടുത്ത വീഡിയോയിലുണ്ടാവും ഡേ 3. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ബാക്കിയുള്ള കോൺട്രാക്ഷൻസ് കുറിച്ചാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ എൻ്റെ പേര് നീതു ഫ്രാൻസിസ് ഫ്രം ഇംഗ്ലീഷ് പഠിക്കാം. ഞാനിവിടെ ഇൻ്റർവ്യൂ കമ്മ്യൂണിക്കേഷന് കോച്ചിങ് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഇവിടെ നമ്പർ താഴെ പ്രൊവൈഡ് ചെയ്യാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പ്രൊവൈഡ് ചെയ്യാം. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണം കേട്ടോ. ഡേ 1 ഉണ്ട്, സ്പോക്കൺ ഇംഗ്ലീഷ് ഡേ 1, അത് നിങ്ങൾ കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഡേ 2 കോൺട്രാക്ഷൻസ് കുറിച്ചാണ്. ഡേ 3 ഇന്നത്തെ നമ്മുടെ വീഡിയോ ബാക്കിയുള്ള കോൺട്രാക്ഷൻസ് കുറിച്ചാണ്. സോ ആദ്യത്തെ കോൺട്രാക്ഷൻ ആണ് വുഡ്. വുഡ് നമ്മൾ ഹാഡ് പറഞ്ഞ മാതിരി തന്നെയാണ്. ഇതിൽ കോൺട്രാക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഐ വുഡിനെ നമ്മൾ പറയും ഐഡ്. ഐ വുഡ് ലൈക്ക് ടു, അങ്ങനെയല്ല, ഐഡ് ലൈക്ക് ടു വിസിറ്റ് ലണ്ടൻ. യു വുഡിനെ നമ്മൾ കോൺട്രാക്ട് ചെയ്ത് പറയും യുഡ്. വുഡ് എൻജോയ് ദിസ് ഫുഡ്. യു വുഡ് എൻജോയ് ദിസ് ഫുഡ്. ഹീ വുഡിനെ നമ്മൾ കോൺട്രാക്ട് ചെയ്തിട്ട് പറയും ഹീഡ് ബി ഹാപ്പി. ഹാപ്പി. ഷീ വുഡിനെ നമ്മൾ കോൺട്രാക്ട് ചെയ്തിട്ട് പറയും ഷീഡ്. ഷീഡ് ലൈക്ക് ടു ഗോ ഫോർ എ പാർട്ടി. ഇറ്റ് വുഡിനെ ഇറ്റ് വുഡ് ഹെൽപ്പ് യു അ ലോട്ട്. എങ്ങനെ പറയാം? ഇറ്റ് വുഡ് ഹെൽപ്പ് യു അ ലോട്ട്. വി വുഡിനെ we'd finish the work early. They വുഡിനെ they'd be happy to meet you. So would നിങ്ങൾ ആലോചിക്കണം എപ്പോഴും is followed by an infinitive, അതായത് 2 plus base form of the verb. ഒരു എക്സാമ്പിൾ ഞാൻ സെൻറ്റൻസ് പറഞ്ഞുതരാം. I would like to eat. അതായത് അവിടെ ലൈക്ക് കഴിഞ്ഞിട്ട് 2 plus eat വന്നില്ലേ? 2 plus base form of the verb ആണ് V1. മനസ്സിലായോ? സോ കോൺട്രാക്ഷൻ നിങ്ങളിപ്പോൾ ഒരു ബുക്കിൽ വായിക്കുമ്പോൾ വുഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഓർക്കണം. ഒന്ന് ഞാൻ പറഞ്ഞു ഇപ്പോൾ ഇൻഫിനിറ്റീവിൻ്റെ ഒപ്പം, പിന്നെ അടുത്തതാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ ഒപ്പം. ഫോർ എക്സാമ്പിൾ ഒരു സെൻറ്റൻസ് പറഞ്ഞുതരാം. they would have eaten. അതായത് അവിടെ ഹാവ് ഈറ്റൺ വന്നു, പ്രസൻറ്റ് പെർഫെക്റ്റ്. അപ്പം ഷോർട്ട് ഫോം they'd have eaten. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും ബുക്കിൽ കണ്ടു കഴിഞ്ഞാൽ വുഡ് ആണെന്ന് മനസ്സിലാക്കണം. ഹാഡ് ഞാൻ നിങ്ങൾക്ക് മുന്നത്തെ ക്ലാസ്സിൽ ഡേ 2-ൽ ഞാൻ പഠിപ്പിച്ചു തന്നായിരുന്നു. സോ അത് കാണാത്തവർ പോയി കാണണം കേട്ടോ. അപ്പോൾ ഹാഡ് കോൺട്രാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഓർക്കണം, ഇപ്പോൾ ബുക്കിലൊക്കെ കാണുമ്പോൾ നിങ്ങൾ ഓർക്കണം ഇസ് ഫോളോഡ് ബൈ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് V3. അതായത് ഫോർ എക്സാമ്പിൾ had eaten. അപ്പോൾ ഈറ്റൻ എന്ന് പറയുമ്പോൾ V3 ആണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പോൾ അവിടെ ഹാഡ് ആണ് വരിക. വില്ലിൻ്റെ കോൺട്രാക്ഷൻ നോക്കാം നമുക്കടുത്ത്. ഐ വില്ലിനെ നമ്മൾ എങ്ങനെ കോൺട്രാക്ട് ചെയ്ത് പറയും? അയൽ. ഐ വിൽ അല്ല, അയൽ. I'll try my best. I will try my best അല്ല, I'll try my best. അടുത്തത് യു വിൽ അല്ല, you will succeed. He will അല്ല, he'll. ചെരുപ്പിൻ്റെ ഹീലില്ലേ? He'll be fine. She will അല്ല, she'll be fine. She will be fine അല്ല, she'll be fine. It will അല്ല, it'll rain tomorrow. It will rain tomorrow അല്ല, it'll rain tomorrow. അങ്ങനെ വേണം നിങ്ങൾ പ്രൊനൗൺസ് ചെയ്യാൻ. We will അല്ല, will. We'll see tomorrow. They will അല്ല, they'll try their best. Should have നെ should have. I should have studied more. Would have നെ എങ്ങനെ പറയാ? would have. She would have been so sad. Could have നെ നമ്മൾ could have. They could have come. Want to നെ നമ്മൾ കോൺട്രാക്ട് ചെയ്തിട്ട് പറയും wanna. I wanna go to yoga in the morning. Going to നെ നമ്മൾ കോൺട്രാക്ട് ചെയ്ത് പറയും gonna. I'm gonna go to the market. ആഫ്റ്റർ wanna അല്ലെങ്കിൽ gonna നിങ്ങൾ ഇത് ആലോചിക്കണം. യു ഷുഡ് യൂസ് ബേസ് ഫോം ഓഫ് ദ verb ലൈക്ക് eat, call, go. നിങ്ങൾക്ക് എൻ്റെ ഈ കോൺട്രാക്ഷൻ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇത് കൃത്യമായിട്ട് നിങ്ങൾ എഴുതി പ്രാക്ടീസ് ചെയ്യണം.
വായോണ്ട് ശരിക്കും ഉച്ചരിക്കണം, പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആവണം. എന്നാലാണ് നമ്മൾ സംസാരിക്കുമ്പോൾ കറക്റ്റ് ആവുള്ളൂ. നമ്മൾ കോൺട്രാക്റ്റ് ചെയ്തിട്ട് വേണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. ഞാനിവിടെ ഇൻ്റർവ്യൂ കമ്മ്യൂണിക്കേഷൻ കോച്ചിങ് കൊടുക്കുന്നുണ്ട്. ഇൻഡിവിജ്വൽ ക്ലാസ് ഉണ്ട്, ഗ്രൂപ്പ് ക്ലാസ് ഉണ്ട്. താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. ഞാനിവിടെ എൻ്റെ നമ്പർ പ്രൊവൈഡ് ചെയ്യാം. സോ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. Day 4 കാണാം. ബൈ ബൈ.